നമസ്കാരം. ഈ MI ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ അതിന് സാധാരണ മാർക്കറ്റിലെ സാധനങ്ങളെക്കാൾ വില കൂടുതലാണോ? ഇതൊരു സ്ഥിരം സംശയമാണല്ലോ അല്ലേ? അതാണ് നമ്മൾ നോക്കുന്നത്. അതെ. ഈ വീഡിയോയിൽ ഒരു 10ഓളം നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയൊന്ന് താരതമ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ MI ലൈഫ് സ്റ്റൈൽ ഉപയോഗിക്കുന്നത് ശരിക്കും ലാഭമാണോ അതോ നഷ്ടമാണോ എന്ന് ഒരു ഏകദേശ ധാരണ കിട്ടുമെന്ന് നോക്കാം. ശരി. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എടുത്താലോ? ആദ്യം വ്യക്തിഗത ശുചിത്വ ഉൽപ്പന്നങ്ങൾ അല്ലേ? അതന്നെ. ടൂത്ത് ബ്രഷിൽ തുടങ്ങാം. ഓക്കെ. സാധാരണ നമ്മൾ കടയിൽ വാങ്ങുന്ന ബ്രഷിന് ഏകദേശം ഒരു 65 രൂപയോളം വരും അല്ലേ? അതെ, ആ റേഞ്ചില്. പക്ഷെ ഈ MI ലൈഫ് സ്റ്റൈലില് അവര് പറയുന്നത് 4 സോഫ്റ്റ് ബ്രഷുള്ളൊരു പാക്കറ്റ് അതിന് 105 രൂപയുള്ളൂ എന്നാണ്. 4 എണ്ണത്തിനോ? അതെ. അപ്പോ ഒരെണ്ണത്തിന് എത്രയായി? ഏകദേശം 26 രൂപ. ഓഹോ, അത് വലിയ വ്യത്യാസമാണല്ലോ. ശരിക്കും ഒരു 30-35 രൂപ കുറവുണ്ട്. അവിടെ തന്നെ ഒരു വ്യത്യാസം ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇനി പേസ്റ്റിന്റെ കാര്യമോ? പേസ്റ്റും അതുപോലെ തന്നെ. ഇപ്പോൾ സാധാരണ കോൾഗേറ്റ് 100 ഗ്രാം അതിന് 73 രൂപയാണ്. ഇനി സെൻസോഡൈൻ പോലത്തെ കുറച്ചുകൂടി സ്പെഷ്യൽ പേസ്റ്റ് ആണെങ്കിൽ 70 ഗ്രാമിന് 195 രൂപ വരെ വരുന്നുണ്ട്. ഓ ശരിയാണ്. മീ ലൈഫ് സ്റ്റൈലിൽ എങ്ങനെയാ? അവരുടെ സാധാരണ പേസ്റ്റ് 100 ഗ്രാം അത് 61 രൂപയുള്ളൂ. ഓ, കോൾഗേറ്റിനേക്കാളും കുറവാണല്ലോ. അതെ. പിന്നെ അവരുടെ ഒരു പ്രീമിയം പേസ്റ്റ് ഉണ്ട്, അത് പക്ഷെ 150 ഗ്രാമാണ്. അളവ് കൂടുതലുണ്ട്. അതിന് 143 രൂപ. അപ്പോൾ അളവ് വെച്ച് നോക്കുമ്പോഴും വില കുറവാണെന്നാണ് വീഡിയോ വാദിക്കുന്നത്. ഓക്കെ. ഇനി സോപ്പ് ഇപ്പോൾ പിയേഴ്സൊക്കെ 100 ഗ്രാമിന് 54 രൂപയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. മീ ലൈഫ് സ്റ്റൈലിലെ സാധാരണ സോപ്പ് അതും 100 ഗ്രാം അത് 39 രൂപ. അതും കുറവാണല്ലോ. അതെ. പിന്നെ അവർക്കൊരു നീം സോപ്പുണ്ട്, കുറച്ചുകൂടി എന്താ പറയുക, നല്ല ഇനം, അതിന് 83 രൂപ. പക്ഷേ അത് ഈ വീഡിയോ താരതമ്യം ചെയ്യുന്നത് മാർക്കറ്റിലെ ഭയങ്കര വില കൂടിയ ഒരു 350 രൂപയ്ക്ക് മേലെയുള്ള സെബാമഡ് പോലത്തെ സോപ്പുകളോടാണ്. ഓഹോ, അപ്പോ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടെന്നാണ് സൂചന. താരതമ്യം അതാണ് പറയുന്നത്. ഇനി ടാൽക്കം പൗഡർ നോക്കിയാലോ? നോക്കാം. പോൺസ് പൗഡർ 100 ഗ്രാം ഏകദേശം 125 രൂപ അല്ലേ? അതെ. പക്ഷേ മൈ ലൈഫ് സ്റ്റൈൽ പൗഡർ വരുന്നത് 300 ഗ്രാമിന്റെ ബോട്ടിലാണ്. 3 ഇരട്ടി അളവ്. അതിന് വില 154 രൂപയേ ഉള്ളൂ. ശരിക്കും 300 ഗ്രാമിന് 184 രൂപയോ? അത് വലിയ വ്യത്യാസമാണല്ലോ. അതെ. അളവ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ലാഭമാണെന്നാണ് വീഡിയോയുടെ കണ്ടെത്തൽ. ഹെയർ ഓയിലിന്റെ കാര്യത്തിലും ഉണ്ടോ ഈ വ്യത്യാസം? ഉണ്ട്. ഇപ്പോൾ ഇന്ദുലേഖ 100 ml ഭയങ്കര വിലയല്ലേ, 360 രൂപ. ധാത്രിക്ക് 186 രൂപ, അതും 100 ml. അതെ. ഇനി മൈ ലൈഫ് സ്റ്റൈലിൽ നോക്കുവാണെങ്കിൽ അവരുടെ സാധാരണ ആംല ഓയിൽ 100 ml 149 രൂപയുള്ളൂ. ഓക്കെ. പിന്നെ കുറച്ചുകൂടെ പ്രീമിയമായ മഹാബൃംഗരാജ് ഓയിലുണ്ട്, അത് 200 ml ആണ് ബോട്ടില്. ഇരട്ടി അളവ്. 200 ml 358 രൂപ. അപ്പോ ഇന്ദുലേഖയുടെ 100 ml വിലയ്ക്ക് ഇവിടെ 200 ml കിട്ടും. ഏകദേശം അതെ. ഇനി ഫെയർനെസ് ക്രീം. ഫെയർ ആൻഡ് ലവ്ലി പോലത്തെ ഒരു 100 ഗ്രാം പാക്കിന് ഏകദേശം 295 രൂപ വരുമോ? ആ റേഞ്ചിലാണ് വീഡിയോ കാണിക്കുന്നത്. MI ലൈഫ് സ്റ്റൈൽ ക്രീം അതും 100 ഗ്രാം അതിന് 275 രൂപ. അവിടെയും ചെറിയൊരു കുറവ്. ഓക്കെ. അപ്പോൾ വ്യക്തിഗത ഉൽപ്പന്നങ്ങളിൽ പൊതുവേ ഒരു വിലക്കുറവ് ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇനി വീട് വൃത്തിയാക്കുന്ന കാര്യങ്ങളോ? ടോയ്ലറ്റ് ക്ലീനർ ഇപ്പോൾ ഹാർപിക് ഒക്കെ മാർക്കറ്റിൽ 115 രൂപ കാണിക്കുന്നു. MI ലൈഫ് സ്റ്റൈലിൻ്റെത് 83 രൂപ. അതും കുറവാണ്. ഇതിനെന്തെങ്കിലും പ്രത്യേകത പറയുന്നുണ്ടോ? ഇത് ടാങ്കിലുള്ള നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുന്നില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ. ഇനി ഫ്ലോർ ക്ലീനർ ലൈസോൾ 500 ml 123 രൂപ. ഇതിൽ ചില കെമിക്കൽസ് കുട്ടികൾക്ക് നല്ലതല്ല, പിന്നെ ടൈലിന്റെ തിളക്കം കുറയ്ക്കും എന്നൊക്കെ ഒരു ആശങ്ക വീഡിയോയിൽ പറയുന്നുണ്ട്. ശരി. മീ ലൈഫ് സ്റ്റൈലില് അവരുടെ ഫ്ലോർ ക്ലീനർ അതും 500 ml അതിന് 99 രൂപ. ഹാനികരമായ കെമിക്കൽസ് ഇല്ലെന്നും പറയുന്നു. ഓക്കെ. ഇനി പാത്രം കഴുകുന്നത് ലിക്വിഡും ബാറും ഉണ്ടല്ലോ. ഉണ്ട്. ലിക്വിഡ് ഇപ്പോൾ വിം ലിക്വിഡ് 500 ml 125 രൂപ. ഇത് ചിലപ്പോൾ കൈക്ക് അലർജി ഉണ്ടാക്കാമെന്നും സോഴ്സിൽ പറയുന്നു. മീ ലൈഫ് സ്റ്റൈൽ ഡിഷ് വാഷ് അതും 500 ml അതിന് 127 രൂപ. അത് വിമ്മിനേക്കാൾ ഒരു 2 രൂപ കൂടുതലാണല്ലോ. ആണ്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, ഇത് 2x കോൺസെൻട്രേറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഓഹോ. അപ്പൊ അത്ര തന്നെ വെള്ളം ചേർത്ത് ഇരട്ടിയാക്കാം. അപ്പോ 1 ലിറ്ററിന് 127 രൂപ എന്ന് പോലെയായി. അതെ. അങ്ങനെ നോക്കുമ്പോ ലാഭമാണ്. ശരിയാണ്. ഇനി ബാറിന്റെ കാര്യോ? പാത്രം കഴുകുന്ന കട്ട സോപ്പ് അത് നേരിട്ടുള്ള താരതമ്യമാണ്.
എക്സോബാർ 500 ഗ്രാം അതിന് 86 രൂപ. അപ്പോ ഈ 10 ഉൽപ്പന്നങ്ങളും നമ്മൾ നോക്കി, മൊത്തത്തില് എന്താണ് ഈ വീഡിയോയുടെ ഒരു കണ്ടെത്തല്? ഈ വീഡിയോയിലെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 10 സാധനങ്ങൾ നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഏകദേശം ഒരു 2100 രൂപ ചെലവാകും. ഓക്കെ. എന്നാൽ ഇതേ ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇതിന് സമാനമായവ മീ ലൈഫ് സ്റ്റൈലിലൂടെ വാങ്ങുമ്പോൾ ഏകദേശം 1300 രൂപയാകുന്നുള്ളൂ എന്നാണ് ഈ വീഡിയോ പറയുന്നത്. ശരിക്കും. അപ്പൊ ഏകദേശം ഒരു 700-800 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അതെ, ഈ കണക്ക് പ്രകാരം അത്രയും വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ പൊതുവെ കേൾക്കുന്നൊരു ധാരണയുണ്ടല്ലോ മീ ലൈഫ് സ്റ്റൈലിന് വില കൂടുതലാണെന്ന്. അതിന് വിപരീതമായിട്ടാണ് ഈ സോഴ്സിലെ കണ്ടെത്തൽ വരുന്നത്. ഈ പറഞ്ഞ സാധനങ്ങളിൽ മിക്കതിനും വില കുറവാണെന്ന്. അതെ, അളവും പിന്നെ ചില ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഈ പറയുന്ന അധിക ഗുണങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ലാഭകരമാണെന്നാണ് ഈ വീഡിയോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഓർക്കണം, ഇത് ഈ വീഡിയോയിലെ വിലയിരുത്തൽ മാത്രമാണ്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളൊരു ഉപഭോക്താവെന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ടതും അതാണ്.